ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പുതിയൊരു ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നിങ്ങൾ ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു എക്സാം കൂടിയാണ് എയർ ട്രാഫിക് കൺട്രോളർ അഥവാ ATC എക്സാം എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു മികച്ച സാലറി കിട്ടുന്ന, എന്താ പറയുക, ഇന്ത്യയിൽ നിങ്ങൾക്കൊരു ബിടെക് ഗ്രാജുവേറ്റിനും അതേപോലെ BSc ഫിസിക്സ് ആൻഡ് മാത്സ് പഠിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്ന ഒരു മികച്ച അവസരമാണ് എയർ ട്രാഫിക് കൺട്രോളർ എന്ന് പറയുന്നത്. സോ ഈ എയർ ട്രാഫിക് കൺട്രോളർ എക്സാം എന്നാണ് വിളിക്കാമെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ അപ്ഡേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് ഇത് നോട്ടിഫിക്കേഷൻ അല്ല വന്നിരിക്കുന്നത്, എന്നാൽ റെയിൽവേയുടെ ഇന്റേണലി നടന്നിട്ടുള്ള ഒരു മീറ്റിങ്ങിൻ്റെ ഒരു നോട്ടീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ അതിൽ നടന്നിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ വന്നിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓഫീസ് മെമ്മോറാണ്ടം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നു സബ്ജക്റ്റ് ക്രിയേഷൻ ഓഫ് 840 പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാണ് ഫോർ ദ പോസ്റ്റ് ഓഫ് എയർ ട്രാഫിക് കൺട്രോളർ ATC ഇൻ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ. അതായത് എയർ ട്രാഫിക് കൺട്രോളർ പോസ്റ്റിലേക്ക് 840 പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളായിരിക്കും 840 പോസ്റ്റിലേക്കാണ് എക്സാം വരാൻ പോകുന്നത്. ഒരിക്കലുമല്ല, അതിൽ ചെറിയ തിരുത്തുണ്ട്. അതായത് ഇതിൽ ഡെപ്യൂട്ടി മാനേജർ, സീനിയർ മാനേജർ, മാനേജർ, അസിസ്റ്റൻറ്റ് മാനേജർ തുടങ്ങിയ തസ്തികളെല്ലാം പ്രൊമോഷൻ പോസ്റ്റുകളായിരിക്കും. അപ്പോൾ ഇതെല്ലാം പ്രൊമോഷൻ പോസ്റ്റുകളാവാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഈ ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുള്ള E1 കാറ്റഗറിയിലുള്ള 215 പോസ്റ്റുകളിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, എക്സാം വരുന്നുണ്ടാവുക. 215 പോസ്റ്റുകളിലേക്കാണ് എക്സാം വരുന്നുണ്ടാവുക. ബാക്കിയൊക്കെ പ്രൊമോഷൻ പോസ്റ്റുകളാണ്. ഓൾറെഡി നിലവിൽ ATC ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ള പ്രൊമോഷൻ പോസ്റ്റുകളായിട്ടാണ് വരിക. സാധാരണ 200, 300, 400 അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യാറുള്ളത്, ATCയുടെ വേക്കൻസീസ് വരാറുള്ളത്. സോ ATC ഇത്തവണ വരാൻ പോകുന്നുണ്ടെങ്കിൽ 215 ആവാനാണ് സാധ്യത. ഇത് ക്രിയേറ്റ് ചെയ്ത 215 പോസ്റ്റാണ്. ഇനി തീർച്ചയായിട്ടും അതിൽ കൂടാൻ തന്നെയാണ് സാധ്യത. ഓൾറെഡി നിലവിലുള്ള വേക്കൻസീസുും എന്ത് ചെയ്യുന്നുണ്ടാവും, ഇതിലേക്ക് ആഡ് ആവാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് വേക്കൻസി കൂടാൻ തന്നെയാണ് സാധ്യത ഉള്ളത്. ഈ ATC എക്സാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നെങ്ങാനും 1-2 മാസത്തിനുള്ളിൽ എക്സാം നടക്കുന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെയായിരുന്നു. നോട്ടിഫിക്കേഷൻ വന്ന് പടപടാന്ന് പറഞ്ഞ എക്സാമാണ്. അതായത് നിങ്ങൾക്കൊരു ലോങ് ടേം പ്രിപ്പറേഷനുള്ള സമയം ഒരിക്കലും ATC എക്സാമിന് ലഭിക്കാറില്ല. അപ്പോൾ ഈ ഒരു എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ, കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പഠിക്കുകയാണെങ്കിൽ ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാം തന്നെയാണ് ഈ ATC എക്സാം എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ATC എക്സാമിന് വേണ്ടി ഓൾറെഡി നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. റെക്കോർഡഡ് ആയിട്ടുള്ള, പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സ് സിലബസ് മുഴുവൻ കവർ ചെയ്യുന്നിട്ടുള്ള വീഡിയോസ് ഉൾപ്പെടെയുള്ള റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു നോട്ടീസിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ നോട്ടിഫിക്കേഷൻ ഏത് സമയം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ബേസിൽ നമ്മളൊരു സ്പെഷ്യൽ ഗോൾഡ് ബാച്ച് കൂടി തന്നെ നമ്മൾ ATCക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. സോ ATCയുടെ ഗോൾഡ് ബാച്ച് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ATC പോസ്റ്റ് എല്ലാവർക്കും എന്താണ് ആ പോസ്റ്റ് എന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പാർവതിയുടെ ഒരു സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് എയർ ട്രാഫിക് കൺട്രോളർ എന്ന് പറയുന്നത് എയർ ട്രാഫിക് മൂവ്മെൻറ്റ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്ന എന്താ പറയുക ഉദ്യോഗസ്ഥനാണ് എയർ ട്രാഫിക് കൺട്രോളർ. എന്താ പറയുക, നമ്മൾ എയർപോർട്ടിൽ അവർക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ടവറിൽ അവരായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, കൃത്യമായിട്ട് പൈലറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാകും. സോ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ്. അത്യാവശ്യം നല്ല കോൺസെൻട്രേഷനും അതേപോലെ തന്നെ നമ്മുടെ വോക്കൽ ടെസ്റ്റൊക്കെ, അങ്ങനത്തെ കുറച്ച് ടെസ്റ്റുകളൊക്കെയാണ് അവിടെ വരുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെസ്റ്റുകൾ അവിടെ വരുന്നുണ്ട്. സോ അത്തരത്തിലുള്ള എന്താ പറയുക വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു എക്സാമാണ് ഈ ATC എക്സാം എന്ന് പറയുന്നത്. സോ ഈ ATC എക്സാം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച വിജയം കരസ്ഥമാക്കാൻ എൻട്രി നിങ്ങളോടൊപ്പം ഉണ്ടാവും. സോ ATCയിൽ നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ഓൾറെഡി നമ്മൾ പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സിലബസ് കംപ്ലീഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതേപോലെ മോഡൽ എക്സാംസുകൾ, PYQ ഡിസ്കഷൻസുകൾ, സബ്ജക്റ്റ് വൈസ് എക്സാംസുകൾ, വീഡിയോ ബേസ്ഡ് സ്റ്റഡി നോട്ട്സ് ഉണ്ട്, 1 ഇയർ വാലിഡിറ്റി ഉണ്ട്. ഈ 1 ഇയർ വാലിഡിറ്റി കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആണെങ്കിൽ ഒരു വർഷത്തിൽ തന്നെ 2 പ്രാവശ്യമൊക്കെ എക്സാം നടന്നിട്ടുണ്ട്. സോ അത്തരത്തിൽ നിങ്ങൾക്ക് 2 തവണയൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യാം. എനിവേ ഈ വരാനിരിക്കുന്ന എക്സാം എന്ന് പറയുന്നത് ഒട്ടും വൈകാൻ സാധ്യതയില്ല. ഒരു പക്ഷേ നോട്ടിഫിക്കേഷൻ ഉടനെ വന്നു കഴിഞ്ഞാൽ വിത്തിൻ 2 months എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സെപ്റ്റംബറിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബറിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അധികമൊന്നും വൈകില്ല. ഡിസംബർ ജനുവരി ആകുമ്പോഴേക്ക് അതിൻ്റെ എക്സാംസും അവർ കണ്ടക്ട് ചെയ്യും എന്നുള്ളതാണ് മുൻ വർഷങ്ങളിലെ രീതി നോക്കുന്ന സമയത്ത് ATCയിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം. സോ ATCയുമായി ബന്ധപ്പെട്ട ഈ ഒരു അപ്ഡേറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം എയർ ട്രാഫിക് കൺട്രോളർ എന്ന് പറയുന്ന വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായി എൻട്രി ആരംഭിക്കുന്ന പുതിയ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.